കോപ്പിരാട്ടി കളിക്കാനും കോമാളിത്തം കളിക്കാനുള്ള സാധനമൊന്നുമല്ല. അത് വെറുതെ എല്ലി കോപ്പിരാട്ടി കളിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അതിനുള്ളതല്ലത്. അല്ലാഹുവിന്റെ റസൂലിന്റെ വളരെ അതപോടെ ഗുരുത്വത്തോടെ ചെല്ലേണ്ട മദ്ഹ് ഗാനങ്ങളാണ്. സുബ്ഹാനല്ലാഹ്. ഇമാം ബൂസരി റളിയല്ലാഹു അൻഹു നേർച്ചയാക്കിയത് ആ സുഖമില്ലാഞ്ഞിട്ട് വെറുതെ ബൈത്ത് ചെല്ലാന് ചൊല്ലിക്കഴിഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ കണ്ടതാണ്. അത് ഓതി ചൊല്ലിക്കൊടുക്കാൻ വേണ്ടി പറഞ്ഞതാണ്, ചൊല്ലിക്കൊടുത്തതാണ്. അത് കേട്ട് നബി തങ്ങൾ സന്തോഷം പ്രകടിപ്പിച്ചതാണ്. എന്റെ എല്ലാം പുറമെ ഇമാം ബൂസരിക്ക് ഒരു സാല്, ഒരു പുതപ്പ് സമ്മാനം കൊടുത്തു. ആ പുതപ്പാണ് ബുർദ എന്ന് പറയുന്നത്. ബുർദാനെ പുതപ്പ് നബി തങ്ങൾ കൊടുത്തതാണ്. ഓർക്കുകൾ നോക്കുമ്പോൾ ആ പുതപ്പ് കാണാനുണ്ട്, കയ്യിൽ കാണാനുണ്ട്, ശരീരത്തിൽ കാണാനുണ്ട്. അതാ ബുർദ എന്ന് പേര് വന്നത്. അതിന്റെ പിറ്റേ ദിവസം അപ്പോഴേക്ക് രോഗമെല്ലാം മാറിപ്പോയി. പിറ്റേ ദിവസം ഇറങ്ങി നടന്നു. അപ്പോഴാണ് അബൂ റജാ റളിയല്ലാഹു അൻഹു കണ്ടു ബൈക്കുന്നത്. നിങ്ങൾ ആ ബൈത്തൊന്നും എനിക്ക് ചൊല്ലിത്തരണോ? ഏത് ബൈത്ത്? വേറെ പല ബൈത്തും ചൊല്ലിക്കൊടുത്തു. അതൊന്നുമല്ല, റസൂലുള്ളാഹി ചൊല്ലി കൊടുത്ത ബൈത്ത്. അത് റസൂലുള്ള കേട്ടിട്ട് സന്തോഷിക്കുന്നത് ഞാൻ കണ്ടതാ. ആ ബൈത്ത് ചൊല്ലിത്തരണം. അപ്പൊ ചൊല്ലിക്കൊടുത്തു. എന്റെ കൈക്ക് വേദന വന്നിട്ട് ആർക്കും മുസാഫ എത്തിക്കുന്നുള്ള അത്രവസ്ഥ ഉണ്ടായിരുന്നു കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ്. ഞാൻ ബുറുദ ബൈത്തി അതിന്റെ അർത്ഥം പറഞ്ഞ് വേദറിയാൻ തീരുമാനിച്ചു. 25 ദിവസം വേദറി. ബുറുദന്റെ വിശദീകരണം ഇപ്പോഴും യൂട്യൂബ് കിട്ടും. അൽഹംദുലില്ലാഹ് എന്റെ കൈയിന്റെ വേദന അല്ലാഹു മാറ്റി തന്നിട്ടുണ്ട്. ആ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹ് പറയുന്ന ഒരു സാസാണ്, ആ മദ്ഹ് പാടുന്ന ഒരു സാസാണ്. അതുകൊണ്ട് ബുറുദ ബൈത്ത് ചെല്ലുമ്പോൾ വളരെ അത്യാവശ്യത്തിനുള്ള നിർബന്ധമായിട്ട് പ്രസവനിട്ട് ഭാര്യയ്ക്ക് പോകാൻ പറ്റും. അല്ലാത്തവരൊക്കെ അച്ചടക്കത്തോടെ ഇരുന്ന് ബുറുദ ബൈത്ത് കേൾക്കണം എന്ന് പ്രത്യേകമായി അറിയിക്കും.